അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറ വന്നിരിക്കുകയാണ്. പരുന്തുംപാറയിൽ ഞാൻ ഇതുവരെ കാണാത്ത അത്രയും മനോഹരമായിട്ടുള്ള കോടയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. എല്ലാം ഇട്ടിട്ടുണ്ട്. അടിപൊളിയേ അടിപൊളിയേ അടിപൊളിയേ. അമ്മ എങ്ങനെയുണ്ടമ്മ? കേശുകുട്ടാ മഞ്ഞ് കണ്ടടാ. എടാ മഞ്ഞ് കണ്ടോടാ. കാക്ക അവനാ കാക്ക. തോളടച്ച് പോവാണ് ഗൈസ്. കോടയ്ക്കത്തൂടെ അങ്ങനെ ഞങ്ങള് പരുന്തുംപാറ വന്നിരിക്കുകയാണ്. പരുന്തുംപാറയിൽ ഞാൻ ഇതുവരെ കാണാത്ത അത്രയും മനോഹരമായിട്ടുള്ള കോടയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. സൈഡ് മൊത്തം നോക്കിയാൽ അറിയാം, വഴി പോലും കാണത്തില്ല. ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ അറിയാം, അതുപോലെ കോടയാണ് ഇന്ന് പരുന്തുംപാറയിൽ. സത്യം പറഞ്ഞാൽ പരുന്തുംപാറ കാണാൻ പറ്റത്തില്ല. അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ പോകേണ്ടി വരും. ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നല്ല അടിപൊളി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു അന്യായ വിഷ്വൽ തന്നെയാണ്, ടൂറിസ്റ്റ് ബസ്സുകളുടെ അടിപൊളി മത്സരം. എടാ അല്ല അടിപൊളി പരുന്തുംപാറയുടെ വ്യൂ എങ്ങനെയുണ്ട് അഭി? സത്യസന്ധമായിട്ട് പറയണം അഭി, പരുന്തുംപാറയുടെ വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ വ്യൂ. അന്യായമല്ല, നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന പോലെ അന്നോക്കോളം കോടയാണ് ഇവിടെ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അന്യായ കോട. ആ ഞങ്ങൾ തന്നെ ഇവിടുത്തെ ഒരു ചേച്ചിയുടെ കടയിൽ കുഞ്ഞിന് ഒരു പുഴുങ്ങിയ മുട്ട മേടിക്കാൻ വേണ്ടി വന്നു. പാവമുണ്ട് കുഞ്ഞ്. ഇന്നത്തെ ദിവസം മൊത്തം അവനൊരു ആക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ അവനെ എപ്പോഴും ഓടി നടക്കുന്നവനെ നമ്മൾ ഫുൾ ടൈം വീട്ടിൽ കാറിനകത്തൊക്കെ ഇരുത്തിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഈ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആയതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടാണ്. ഇന്ന് അവൻ നമ്മളിവിടെ അഴിച്ചു വിടാൻ പോവാണ്. ഇവിടെ അവന് പുഴുങ്ങിയ മുട്ടയൊക്കെ മേടിച്ചു കൊടുത്ത് അവനെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ദേവ് കുഞ്ഞെ, ഇതാണ് ഞങ്ങളുടെ പാവപ്പെട്ടി. ശരിക്കുള്ള കുഞ്ഞു വിട്ടിരിക്കുന്നുണ്ടോ? ചായ കൊണ്ടോ? നല്ല ചായ കേട്ടോ, നല്ല ഏലക്ക ചായ. കോടമഞ്ഞും ആ ഒരു ചെറിയ മഴയും നല്ല അന്തരീക്ഷമാണ്. എന്താ പറയണ്ട, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഫാമിലിയും കൊണ്ട് ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു ക്ലൈമറ്റ് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ അവരെ കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതേ ഉള്ളോ കാണാൻ എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് അടിപൊളിയാണെന്ന് അവരെയും കൊണ്ട് പറഞ്ഞ് അവരത് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഇത് അതിമനോഹരമാണ്. മഞ്ഞും മഴയും ചായയും മാഗിയും ബജ്ജിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും അടിപൊളിയായി. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. രാവിലെ 5 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം സമയം 7 മണി ആകാറായി. ഈ 7 മണി സമയം കൊണ്ട് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നേരെ കമ്പം വരുന്ന വഴിക്കുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്, അതുപോലെ കുമളി, കമ്പംമേട്, രാമക്കൽമേട്, ആമപ്പാറ, അതുപോലുള്ള കുറേ വ്യൂ പോയിൻറ്റ്സ്, പിന്നെ കാറ്റാടിപ്പാടം. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വന്നത് തേക്കടി വഴിയാണ്. പക്ഷേ തേക്കടിയിൽ ഇറങ്ങിയില്ല, കാരണം അത് കഴിഞ്ഞ് പിന്നെ കോണിമാര ഫാക്ടറി. തിരിച്ച് നേരെ വന്നേക്കുന്നത് നമ്മുടെ പരുന്തുംപാറയിലേക്കാണ്. പരുന്തുംപാറയിൽ ഇതുപോലൊരു മനോഹരമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. സാധാരണ ഒന്നെങ്കിൽ മഴയായിരിക്കും,
ഞാൻ എപ്പോഴും വരുന്നൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇന്ന് അതിനെയൊക്കെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ദൈവം തന്ന ഗിഫ്റ്റ് പോലെയാണ് കുടുംബമായിട്ട് ഇറങ്ങിയപ്പോൾ അതിമനോഹരമായ ഒരു യാത്രയാണ് ഇന്നത്തെ ദിവസം നൽകിയത്. ഭക്ഷണത്തിനും മുട്ടില്ല, യാത്രകൾക്ക് തടസ്സമില്ല, ഒന്നിനും ഒരു തടസ്സമില്ല. മറ്റേ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ കാണും. ഒന്നെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാറില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട അവസ്ഥ വരും. പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു. ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഉണ്ടാവും. ഇതുപോലുള്ള യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.